അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആദർശം. ഒരു യഥാർത്ഥ വിശ്വാസി താൻ സ്വീകരിച്ച ആദർശത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളവനായിരിക്കണം. മായാതെ മങ്ങാതെ അണയാതെ മരണം വരെ തൻ്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും വേണം. അള്ളാഹു നമുക്ക് നൽകിയ ആദർശത്തിൻ്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അവനവനെ പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെക്കുറിച്ച് കടുത്ത അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് നാം നോക്കണം. മനുഷ്യൻ ചവിട്ടിയ, മൃഗങ്ങൾ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ രൂപത്തിന് മുന്നിൽ കരയുന്ന ഒരുപാട് മനുഷ്യർ, സാങ്കല്പിക കഥാപാത്രങ്ങൾക്ക് മുന്നിലും കാൽപ്പനിക കഥാപാത്രങ്ങൾക്ക് മുന്നിലും തൻ്റെ ആരാധന തേടുന്നവർ, ക്ഷുദ്രവസ്തുക്കളിലും ക്ഷുദ്രവ്യക്തികളിലും വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർ, ഇരുമുടിക്കെട്ടും കയ്യിലേന്തി തലയിലേന്തി ആരോടൊക്കെയോ ശരണം വിളിച്ച് നടക്കാൻ ആരാധിക്കാൻ വിധിക്കപ്പെട്ടവർ. എത്ര ദയനീയമാണ് പലരുടെയും അവസ്ഥ. ഇവിടെയാണ് അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ ആദർശത്തിൻ്റെ, ദീനിൻ്റെ മഹത്വവും വിലയും നാം മനസ്സിലാക്കേണ്ടത്. ഈ ആദർശത്തെ മരണം വരെ കേടുകൂടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. കാരണം പലവിധ പരീക്ഷണങ്ങളും നമുക്ക് മുന്നിൽ കടന്നു വരാം. പരീക്ഷണങ്ങളിൽ പതറിപ്പോവാം. വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ മേൽക്കുമേൽ വന്നു ഭവിക്കുമ്പോൾ താൻ സ്വീകരിച്ച മതത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ നാം നിത്യേനയെന്നോണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദർശ വ്യതിയാനത്തിൻ്റെ ദയനീയത എത്രമാത്രം ഭീകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുമൊഴിയിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. യുസ്ബിഹു റജുലു മുസ്ലിമ വയുംസി കാഫിറ. ഒരു വ്യക്തി നേരം വെളുക്കുമ്പോൾ മുസ്ലിമായിരുന്നുവെങ്കിൽ വൈകുന്നേരമാവുമ്പോഴേക്ക് കാഫിറായി മാറുന്നു. എത്ര ഭീകരമാണ്! നേരം വെളുക്കുമ്പോൾ കാഫിറായിരുന്ന ഒരു വ്യക്തി വൈകുന്നേരമാവുമ്പോഴേക്ക് മുസ്ലിമാവുന്നു. വൈകുന്നേരമാവുമ്പോഴേക്ക് മുസ്ലിമായൊരു വ്യക്തി നേരം പുലരുമ്പോഴേക്ക് കാഫിറായി മാറുക. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യൻസിലു അലൈക്കുമുൽ ഫിതൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. രാവിൻ്റെ ഇരുളിൻ്റെ കഷ്ണങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ ഫിത്നകൾ പെയ്തിറങ്ങും. അങ്കലാപ്പുകളും പുകമറകളും ആദർശ വ്യതിയാനങ്ങളും നമുക്കിടയിൽ ധാരാളക്കണക്കിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ താൻ സ്വീകരിച്ച ആദർശത്തെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതിനോട് കൂറും പ്രതിബദ്ധതയുമുള്ളവനായി ജീവിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആദർശം കുടിയൊഴിഞ്ഞു പോകും. കാരണം മനുഷ്യ മനസ്സുകൾ അപ്രകാരമാണ്. ഇന്ന ഖുലൂബൽ ഇബാദ് ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ കൈവിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ കൽബുള്ളത്. സയുഖല്ലിബുല്ലാഹു ഹൈസു യശാ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് മനുഷ്യ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കും. അൽ ഖൽബു യതഖല്ലബു. മനുഷ്യൻ്റെ ഹൃദയം മാറി മറിയുമെന്നാണ്. കരീശത്തും ഫിൽ ഫലാത്ത്. ഒരു മരുഭൂമിയിൽ കാറ്റിൽ പറന്ന് നടക്കുന്ന ഒരു തൂവലിനെ പോലെ മാറിയും മറിഞ്ഞും അത് ആടിയും ഉലഞ്ഞും മുന്നോട്ട് പോകുന്നത് പോലെ മനുഷ്യ മനസ്സുകൾക്ക് മാറ്റങ്ങളുണ്ടാവുന്നു. സൽബുദ്ധി ദുർബുദ്ധിയാവുന്നു. ഒരു വ്യക്തി സത്യവിശ്വാസി എത്രയും പെട്ടെന്ന് അവിശ്വാസിയായി മാറുന്നു. ഈശ്വര വിശ്വാസി നിരീശ്വരവാദികളായി മാറുന്നു. തീരുമാനങ്ങൾ മാറുന്നു, ചിന്തകൾ മാറുന്നു, സ്വഭാവങ്ങൾ മാറുന്നു, വിശ്വാസങ്ങൾ മാറുന്നു. ഒരാദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാത്ത വിധം
അവൻ്റെ മനസ്സ് പ്രതിസന്ധി അനുഭവിക്കുന്നു. പണം നീട്ടുന്നവൻ്റെ പിന്നാലെ മതത്തെ വലിച്ചെറിഞ്ഞു പോകുന്നവർ, ഒരു ജോലിക്ക് വേണ്ടി അള്ളാഹു തന്ന ആദർശത്തെ കൈയൊഴിയുന്നവർ, ആൾക്കൂട്ടത്തെ കണ്ട് ശരിയായ ആശയധാരയിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച് കൂറുമാറുന്നവർ, അങ്ങനെ കൂറുമാറികളും കാലുവാരികളുമായി ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു സൂക്ഷ്മതയുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികളെ നമുക്ക് കാണേണ്ടി വരുന്നു. സ്വർഗസഞ്ചാരി എന്ന് ജനം മാർക്കിട്ടവർ സ്വർഗത്തിലേക്ക് ഒരു പടി കൂടി ചവിട്ടാനിരിക്കെ നരകാവകാശിയായി മാറുന്ന ദയനീയമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ആദർശത്തിൽ നിന്ന് മാറാത്ത വിധം ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പും ത്രാണിയും ഈ രംഗത്ത് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു, മാ അക്സറു ദുആഇക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്നാണ്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചിലർ വന്ന് ചോദിക്കുകയുണ്ടായി, മാ അക്സറു ദുആഇ റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മഹദിയും നൽകിയ മറുപടി, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ്. അതേ സുഹൃത്തുക്കളെ, ദീനിൽ നിന്ന് തെറ്റിപ്പോകും, ആളുകൾക്ക് ആദർശ വ്യതിയാനം സംഭവിക്കും. ആദർശ ശൂരൻ എന്ന് വിധി എഴുതിയവർ ശുദ്ധ ആദർശ ശൂന്യതയിലേക്ക് അധപ്പതിക്കുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പാരമ്പര്യം അവകാശപ്പെടുന്നവർ, കുടുംബ മഹിമയെ പോരിശ പറയുന്നവർ, ഇതിൽ ആരും സുഹൃത്തുക്കളെ ആദർശത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. അമ്പിയാക്കളുടെ മക്കൾ പോലും ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അമ്പിയാക്കളുടെ ഭാര്യമാർക്ക് പോലും ആദർശത്തിൻ്റെ ശുദ്ധി കിട്ടാതിരുന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ പിതാക്കൾക്ക് പോലും ആദർശം ലഭിക്കാതെ പോയിട്ടുണ്ട്. ആദർശമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുന്നതാണ്. എന്താണ് സുഹൃത്തുക്കളെ നമ്മുടെ ആദർശം? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ, എന്താണ് അവർക്ക് പ്രഖ്യാപിക്കാനുള്ളത്? ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്നവൻ, ഞങ്ങളുടെ സംരക്ഷകൻ, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരുന്നവൻ, ഞങ്ങളെ നിലനിർത്തുന്നവൻ, ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ളത് ഇറക്കിത്തരുന്നവൻ, ഞങ്ങളുടെ മേൽ അധികാരം കൊണ്ട് വാഴുന്നവൻ, ഞങ്ങളുടെ മേൽ രാജാധികാരം കൊണ്ട് നിലനിൽക്കുന്നവൻ, മാലിക് അൽ ഖാലിഖുൽ മാലിക്കുൽ മുതസർരിഫ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു പൂർത്തീകരിച്ചു തരുന്നത് ഞങ്ങളുടെ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ. ഇതാണ് നമ്മുടെ ആദർശം. ആ ആദർശത്തിൽ സുമ്മസ്തഖാമു, പിന്നെ അവർ നേരെ ചൊവ്വേ നിലകൊള്ളണം എന്നുള്ളതാണ്. അസ്സൈറു വസ്സിബാത്ത്, പ്രഖ്യാപിത ആദർശത്തിലൂടെയുള്ള പ്രയാണവും പ്രഖ്യാപിത ആദർശത്തിൽ മരണം വരെ അടിയുറച്ചു നിൽക്കലുമാണ് ആദർശത്തോടുള്ള കൂറും പ്രതിബദ്ധതയും എന്ന് തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സുഹൃത്തുക്കളെ, അള്ളാഹു നൽകിയ ഈ ആദർശത്തെ അതിലൂടെ സഞ്ചരിക്കാൻ, അതിനുവേണ്ടി ജീവിക്കാൻ, അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ, അതാണ് അമ്പിയാക്കൾ നിർവഹിച്ചത്. വബദാ ബൈനനാ വബൈനകുമുൽ അദാവ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിലിതാ നേർക്ക് നേരെയുള്ള വ്യത്യാസം നിലനിൽക്കുന്നു, ശത്രുതയായി നിലനിൽക്കുന്നു. നിങ്ങൾ സൃഷ്ടിപൂജകന്മാരാണ്, അടിമകളെ ആരാധിക്കുക എന്ന തോന്നിവാസത്തിൽ ഏർപ്പെടുന്നവരാണ്. എന്നാൽ ഞങ്ങളിതാ ഞങ്ങളെ പടച്ചു പോറ്റുന്ന സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവരാണ് എന്ന് താൻ പ്രഖ്യാപിച്ച, താൻ സ്വീകരിച്ച ആദർശത്തിലൂടെയുള്ള പ്രയാണവും അതോടൊപ്പം മരണം വരെ ഒരു പ്രതിസന്ധിയിലും കൈവിടാത്ത വിധം ആദർശത്തിൽ ഉറച്ചു നിൽക്കലുമാണ് എന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വീക്ഷണപ്രകാരം എന്താണ് ഈമാൻ? താൻ സ്വീകരിച്ച ഖുൽ ആമൻതു ബില്ലാഹ്, ഞാനിതാ എൻ്റെ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മസ്തഖിം, റസൂലെ ഇസ്ലാമിനെ കുറിച്ച് മറ്റൊരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം
സമ്പൂർണമായ ഒരു മറുപടി എനിക്ക് തന്നാലും, ഇസ്ലാമിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ ഈമാൻ പ്രഖ്യാപിക്ക്. അതോടൊപ്പം സുമ്മസ്തഖിം, ആ പ്രഖ്യാപിച്ച ആദർശത്തിൽ അടിയുറച്ചു നിൽക്ക്. അഹ്ലുസുന്നയുടെ വീക്ഷണപ്രകാരം ഈമാൻ എന്നതിൻ്റെ നിർവചനം തസ്ദീഖും ബിൽ ജിനാൻ, ഈമാനിനെ അവൻ എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്? തസ്ദീഖും ബിൽ ജിനാൻ, തൻ്റെ ഹൃദയം കൊണ്ട് അതിനെ സത്യപ്പെടുത്തണം. ഖൗലും ബിൽ ലിസാൻ, തൻ്റെ നാവ് കൊണ്ട് ആദർശത്തെ പ്രഖ്യാപിക്കണം. അമലും ബിൽ അർക്കാൻ, തൻ്റെ ശരീരത്തിൻ്റെ അവയവം കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട് അതിനെ അവൻ പ്രകടിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്നതാണ് ആദർശത്തെ നാം വായിക്കേണ്ടത്. നമ്മൾ സ്വീകരിച്ച ഈമാൻ യസീദു, ആ ഈമാൻ വർദ്ധിക്കുന്നതാണ് ബിത്വഅത്ത് റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക വഴി. ആ ഈമാനിൽ ശോഷണം സംഭവിക്കും ബിമഅസിയത്തി റഹ്മാൻ ഔ ബിത്വഅത്തി ശൈത്വാൻ, പിശാചിനെ അനുസരിക്കുക വഴി, സൃഷ്ടാവിനോട് അനുസരണക്കേട് കാണിക്കുക വഴി നമുക്ക് ലഭിച്ച ആദർശത്തിൽ നമുക്ക് ശോഷണമുണ്ടാവുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൻ്റെ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്ന ഒരു വിശ്വാസത്തെയാണ് നാം സ്വീകരിക്കേണ്ടത്. വിശ്വാസത്തിൽ, ആദർശത്തിൽ സത്യസന്ധരായിരിക്കണം. ഹൃദയം അതിനെതിരാവാൻ പാടില്ല. അമലുകൾ പൊളിഞ്ഞു പോവാത്ത വിധം ആദർശത്തെ നിലനിർത്തുന്ന വിധത്തിലുള്ള അമലുകളായി മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് ഈ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് എന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കും. എന്നാൽ എന്താണ് ഇന്ന് മുസ്ലിം കൈരളിയുടെ മഹാഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ? അള്ളാഹു അല്ലാത്തതിനോട് വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ മൗലയായി സ്വീകരിക്കുന്നതിന് പകരം ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അവർ അടിയുറച്ചു നിൽക്കണം ആദർശത്തിൽ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അള്ളാഹുവാണ് ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹു എന്താണോ ജീവിതത്തിൽ വിധിച്ചത് ആ വിധിച്ചത് മാത്രമാണ് ഞങ്ങൾക്ക് സംഭവിക്കുക. ഹുവ മൗലാന, ആ അള്ളാഹുവാണ് ഞങ്ങൾക്ക് അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള സഹായി എന്ന് പ്രഖ്യാപിക്കേണ്ടവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തു വിധിച്ചാലും അത് അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകത്തിലുള്ളതാണ്. അള്ളാഹു നിർണയിച്ച വ്യവസ്ഥയുടെ ഉള്ളിലുള്ളതാണ്. അത് മക്കൾ മരിച്ചാലും, മാറാ രോഗം ബാധിച്ചാലും, കടം കൊണ്ട് വീർപ്പുമുട്ടിയാലും, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടാലും, മറ്റു ജീവിതത്തിൻ്റെ വമ്പിച്ച പ്രതിസന്ധികളിൽ കിടന്നുഴറുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതേ ഞങ്ങൾക്ക് വരൂ. ഹുവ മൗലാന, ആ അള്ളാഹുവാണ് ഞങ്ങളുടെ സഹായി എന്ന് പ്രഖ്യാപിച്ച ആദർശത്തിൽ അടിയുറച്ച് നിൽക്കേണ്ട വിശ്വാസികൾ പക്ഷേ ഈ പ്രഖ്യാപിച്ച ആദർശത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരോട് തേടിപ്പോകുന്നു. ക്ഷുദ്ര വസ്തുക്കളെയും ക്ഷുദ്ര വ്യക്തികളെയും തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീയാണ് ശമനം നൽകുന്നവൻ, നിന്റെ ശമനമല്ലാത്ത ഒരു രോഗശമനവുമില്ല തന്നെ. ഒരു രോഗത്തിൻ്റെ അംശം പോലും ബാക്കി നിൽക്കാത്ത വിധം ഞങ്ങൾക്ക് ശമനം നൽകുന്നത് നീയാണ് എന്ന് പ്രാർത്ഥിക്കേണ്ട, പ്രഖ്യാപിക്കേണ്ട വിശ്വാസി ഒരു രോഗശമനത്തിന് വേണ്ടി ആരൊക്കെയോ ജപിച്ചു കൊടുത്ത ഒരു ഏലസിൽ തൻ്റെ രോഗശമനത്തെ പ്രതീക്ഷിക്കുന്നു. ഒരു വയറുവേദന വരുമ്പോഴേക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ മന്ത്രച്ചരടുകളിൽ തൻ്റെ പ്രതീക്ഷയർപ്പിക്കുന്നു. തൻ്റെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആരൊക്കെയോ നിർമ്മിച്ചുണ്ടാക്കിയ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക്, ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് തൻ്റെ വിശ്വാസത്തെയും പണത്തെയും പണയം വെക്കുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ കിട്ടാത്ത ഭക്തി ഒരു ശവകുടീരത്തിന് മുന്നിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. ഇവിടെ ആർക്കാണ് സുഹൃത്തുക്കളെ വിശ്വാസത്തിൻ്റെ ആത്മാവ്, ആദർശത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടത്? 5 നേരം പള്ളിയിൽ കയറുന്ന ഒരു വിശ്വാസിക്കറിയാം താൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന്. ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു, നിശ്ചയമായും നമസ്കരിക്കുന്നവൻ തൻ്റെ റബ്ബുമായി അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അള്ളാഹുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് അശ്രദ്ധമായി കോട്ടുവായിട്ട് അലസരായി നിൽക്കുന്നവർ, ഒരു ശ്രദ്ധയുമില്ലാതെ നിലകൊള്ളുന്നവർ. പക്ഷേ ഒരു മക്ബറക്ക് മുന്നിലെത്തിയാൽ അയാളുടെ ഹൃദയം വേദനിക്കുകയാണ്, നെഞ്ചകം പൊട്ടിക്കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി പെയ്തിറങ്ങുകയാണ്. എവിടെയാണ് ആദർശത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ
യഥാർത്ഥ നാഥനോടുള്ള ആത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടത്? ക്ഷുദ്ര വസ്തുക്കളിൽ സർവ്വതും പ്രതീക്ഷയർപ്പിക്കുന്നവർ, ക്ഷുദ്ര വ്യക്തികളിൽ തൻ്റെ സകല സങ്കടങ്ങളും പോയി പറയുന്നവർ, ആരൊക്കെയോ പറഞ്ഞു വിശ്വസിപ്പിച്ചത് പ്രകാരം തനിക്ക് എല്ലാം നേടിത്തരുന്നത് ജാറങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നു. കൊണ്ടോട്ടിയിലെ അജ്മൽ 10,000 രൂപ ജി ദർഗയിലേക്ക് കൊടുത്തപ്പോൾ അവന് 15 ലക്ഷം കടം വീടി എന്ന് ആരൊക്കെയോ ക്ഷുദ്രകൃതികളിൽ രേഖപ്പെടുത്തുന്നത് ഇത്തരം ജാറ കേന്ദ്രങ്ങളിൽ നിന്ന് വായിച്ച് തൻ്റെ പണത്തെ മുഴുവൻ സർവവും വലിച്ചെറിഞ്ഞ് ആത്മീയ ചൂഷകന്മാർക്ക് തഴച്ചു വളരാനുള്ള അവസ്ഥ അനുകൂലമാക്കി കൊടുക്കുന്നത് ആദർശത്തെ കൈവടിഞ്ഞവരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹുവ മൗലാന, അള്ളാഹുവാണ് നമ്മുടെ സഹായി. പരിശുദ്ധ ഖുർആനിലെ ആമന റസൂലിലെ അവസാന ഭാഗത്ത് വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാന, ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമേ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ സഹായി എന്ന് വിശ്വാസികൾക്ക് ആദർശത്തിൻ്റെ നിലപാട് പഠിപ്പിച്ച വചനങ്ങൾ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, മർദ്ദനങ്ങളിൽ നിന്ന്, അവർ തൊടുത്തുവിടുന്ന ആയുധങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിനെ മൗലയായി സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച ആദർശത്തിൻ്റെ ഉടമകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രതീക്ഷയർപ്പിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സങ്കടം പറയൂ, സഹായം ചോദിക്കൂ എന്ന് നെഞ്ചത്ത് കൈവച്ച് 5 നേരവും ഒരു ദിവസം 17 തവണയെങ്കിലും അള്ളാഹുവിനോട് ആവർത്തിച്ച് നിലപാടും ആദർശവും പ്രഖ്യാപിക്കുന്നവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെല്ലുന്നു. ബീവിമാരെയും മുല്ലമാരെയും ഖോജമാരെയും ഷെയ്ഖുമാരെയും ആശ്രയിക്കുന്നു. അവർക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയാം എന്ന് വകവെച്ചു കൊടുക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം നിർദ്ദേശിച്ചാൽ എല്ലാ കാലത്തുമുള്ള പ്രശ്നങ്ങൾ മാറും എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ അള്ളാഹുവാണ് ഒരു സത്യവിശ്വാസിയുടെ എല്ലാ രംഗത്തുമുള്ള സഹായി. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ പരിപാലകൻ, ഞങ്ങളെ പടിപടിയായി വളർത്തുന്നവൻ, ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ളതെല്ലാം തന്നവൻ ഞങ്ങളുടെ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ലാത്തതാണ് സുഹൃത്തുക്കളെ. അള്ളാഹുവിനെ മൗലയായി സ്വീകരിച്ചാൽ ചരിത്രത്തിൽ നാം കാണുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പ്രതീക്ഷയേകുന്നതാണ്. 4 മുഹമ്മദുമാർ, മുഹമ്മദ് ബിൻ ജരീർ അത്വബരി, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ, മുഹമ്മദ് ബിൻ നസർ അർവയാനി, മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ മർവസി. 4 മുഹമ്മദുമാർ ഹദീസ് പഠനാർത്ഥം യാത്ര പുറപ്പെടുകയാണ്. പട്ടിണിയുടെ വറുതിയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലം ഈജിപ്തിലെത്തിയ പണ്ഡിതന്മാർ ദിവസങ്ങളോളം അറിവന്വേഷിച്ച് പഠിച്ച് നടക്കുന്നതിനിടക്ക് അവരുടെ കൈകളിലുള്ള ഭക്ഷണം തീർന്നു, ആഹാരമില്ലാതെയായി. ഇനി എന്തു ചെയ്യും? ജനങ്ങളോട് കൈനീട്ടുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ അവർ നറുക്കിട്ടു. ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജനങ്ങളോട് ഭക്ഷണം ചോദിക്കുക? അങ്ങനെ അവർ നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് മഹാനായ ഇമാമു തൗഹീദ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ റഹ്മഹുല്ലക്കാണ്. അദ്ദേഹത്തോട് മറ്റുള്ളവർക്ക് വേണ്ടി ജനങ്ങളോട് ഭക്ഷണം ചോദിക്കാൻ മറ്റുള്ളവർ നിയോഗിച്ചു. അവനവൻ്റെ ഇസ്സത്ത് പോകുന്ന, തൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ വിശപ്പടക്കാൻ മറ്റു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ ഇബ്നു ഖുസൈമ റഹ്മഹുല്ലയെ ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മൗലയുടെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കട്ടെ. ചരിത്രം രേഖപ്പെടുത്തിയ 2 റക്അത്ത് നമസ്കാരം, സുദീർഘമായ സുജൂദും പ്രാർത്ഥന നിർഭരമായ ആ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് ചോദിക്കാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഈജിപ്ത് ഭരിക്കുന്ന ഗവർണറുടെ ഒരു ദൂതൻ അവരിലേക്ക് വരികയാണ്. അയാളുടെ കൈകളിൽ 4 പണക്കിഴികളുണ്ട്. ഓരോരുത്തർക്കും അത് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഈജിപ്തിൻ്റെ ഗവർണർ നിങ്ങളെ ഏൽപ്പിക്കാൻ തന്നതാണെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. അതേ സുഹൃത്തുക്കളെ, അള്ളാഹുവിനാൽ ഈജിപ്തിൻ്റെ ഗവർണർ കണ്ട സ്വപ്നം 4 പണ്ഡിതന്മാർ, അറിവ് തേടി വന്ന വിദ്യാർത്ഥികൾ വിശന്ന് പൊരിഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നു, അവർക്കുള്ള സഹായം എത്തിക്കണമെന്ന് അള്ളാഹുവിനാൽ കണ്ട സ്വപ്നപ്രകാരമാണ് തൻ്റെ ദൂതനെ നിയോഗിച്ചുകൊണ്ട് ഈ പണക്കിഴി പണ്ഡിതന്മാർക്കിടയിലേക്ക് എത്തിക്കുന്നത്. ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ച കറാമത്തായി ഇമാം ദഹബി റഹ്മഹുല്ല ഇതിനെ ഉദ്ധരിക്കുകയും എടുത്തുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് അള്ളാഹു.
പ്രകൃതിയുടെ സ്വാഭാവികതയെ അട്ടിമറിച്ച് അള്ളാഹുവിൻ്റെ സഹായമെത്തും. അള്ളാഹുവിനെ മൗലയായി സ്വീകരിച്ചാൽ, അള്ളാഹുവിലേക്ക് കണ്ണീര് വാർത്താൽ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിയായി അള്ളാഹു ഉണ്ടാവും. അത്രമാത്രം തസ്ദീഖും ബിൽ ജിനാൻ, ആദർശത്തെ, വിശ്വാസത്തെ, പ്രതീക്ഷയെ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്ന വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ തൗഫീഖാണ് സുഹൃത്തുക്കളെ ഇത്. അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൽ സത്യസന്ധരാണ് എങ്കിൽ നമ്രൂദിൻ്റെ കൊട്ടാരത്തിൽ ലഭിക്കാത്ത സുഹൃതവും സന്തോഷവും നിർഭയത്വവും അങ്ങ് ആ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബിക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ്? ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ അള്ളാഹു മതി, അല്ല മതി എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു പോരാ, ബാക്കിയുള്ള ശക്തികളെയും വ്യക്തികളെയും സൃഷ്ടികളെയും പ്രകൃതിക്കപ്പുറം അള്ളാഹു നിർണയിച്ചു തന്ന അധികാര പരിധിക്കപ്പുറം അള്ളാഹു നിർണയിച്ചു തന്ന കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ആശ്രയിക്കാമെന്ന ശൈത്വാനീയത്തിൻ്റെ വാദം ആരാണ് സുഹൃത്തുക്കളെ നമ്മെ പഠിപ്പിച്ചു തന്നത്? അള്ളാഹുവിനോടുള്ള ആദർശത്തിൽ സത്യസന്ധരാണെങ്കിൽ ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ ലഭിക്കാത്ത നിർഭയത്വവും സന്തോഷവും അങ്ങ് മരുപ്പറമ്പിൽ മണൽക്കാട്ടിൽ മലർത്തിക്കിടത്തി ക്രൂരമായി മർദ്ദിച്ചപ്പോഴും അള്ളാഹു സ്വർഗത്തിലുള്ള മഹദിയുടെ വീട് കാണിച്ചു കൊടുത്ത് സന്തോഷത്തോടെ മരണം വരിക്കാൻ ആസിയ ബിൻത് മുസാഹിം മഹദിക്ക് സാധിച്ചത് അവരുടെ ആദർശത്തിലുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. ദാറുൽ അർഖമിൽ ശത്രുക്കളുടെ മനസ്സ് അസ്വസ്ഥമാണ്, മുഹമ്മദിനെയും കൂട്ടരെയും കൊല്ലണം. പക്ഷെ അവിടെ കിട്ടാത്ത സ്വസ്ഥത, നിർഭയത്വം, അവിടെ കിട്ടാത്ത സ്വസ്ഥതയും നിർഭയത്വവും 3 വർഷം ഷഅബു അബൂ ത്വാലിബിൽ 3 വർഷം ഷഅബു അബൂ ത്വാലിബിൽ പച്ചിലയും പച്ചമരക്കൊള്ളിയും തിന്ന് ജീവിച്ച, അതേപോലെ മരത്തിൻ്റെ തോല് ഭക്ഷിച്ച് ജീവിച്ച പ്രവാചകനും കുടുംബത്തിനും ലഭിച്ചത് എന്തുകൊണ്ടാണ്? അവർ സ്വീകരിച്ച ആദർശത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. അങ്ങ് ആഴക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ആഴ്ചകളോളം ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കൂരിരുട്ടിൽ അതിശക്തമായി പരീക്ഷിക്കപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ആദർശം പ്രഖ്യാപിച്ച് ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹ് നീയല്ലാതെ എനിക്ക് ഇലാഹില്ല എന്ന ആദർശം പ്രഖ്യാപിച്ചപ്പോഴാണ് ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കര കാണിച്ചു നൽകുന്നത്. അതേ സുഹൃത്തുക്കളെ, എല്ലാവിധ സഹായവും അള്ളാഹുവിനാൽ നമുക്ക് ലഭിക്കും. ഇത് ജീവിതത്തിൻ്റെ സത്യസന്ധമായ അടയാളങ്ങളാണ്, തെളിവുകളാണ്. നിരവധി മഹത്തുക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനയും അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മൗലയായി സ്വീകരിച്ച് അള്ളാഹുവിനോടുള്ള ആദർശത്തിൽ സത്യസന്ധത പുലർത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നിടത്ത് തീർച്ചയായും നമുക്ക് പാരത്രിക ജീവിതത്തിൽ മോക്ഷം പ്രാപിക്കുവാനും സ്വർഗപൂങ്കാവനത്തിലെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്ന അവസാനത്തെ മനുഷ്യൻ, അയാളുടെ അവസ്ഥ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അയാൾക്ക് പോലും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഈ ദുനിയാവും ഇതിൻ്റെ 10 ഇരട്ടിയുമെന്ന പ്രതിഫലമാണ്. ആ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ നിനക്കാവശ്യമുള്ളതെല്ലാം ചോദിച്ചോളൂ എന്ന് ആ സ്വർഗാവകാശിയോട്, നരകത്തിൽ നിന്ന് അവസാനമായി കരകയറിയ വ്യക്തിയോട് അള്ളാഹു പറയുമ്പോൾ അയാൾ മനസ്സിൽ തോന്നിയ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കും. അള്ളാഹു അയാളോട് പറയും, നീ ആവശ്യപ്പെട്ടതും അതിൻ്റെ 10 ഇരട്ടിയും ഞാനിതാ നിനക്ക് നൽകിയിരിക്കുന്നു എന്നത്. ഇത് നരകത്തിൽ നിന്ന് കരകയറുന്ന അവസാനത്തെ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണെങ്കിൽ ആ സമയത്തും സുഹൃത്തുക്കളെ, നരകത്തിൽ നിന്ന് ചില ദീനരോധനങ്ങളും ആർപ്പുവിളികളും അട്ടഹാസങ്ങളും പൊട്ടിക്കരച്ചിലുകളും ദയനീയമായ വിലാപങ്ങളും നാശം വിളിച്ചുള്ള കരച്ചിലുകളും നമുക്ക് കേൾക്കാം. അതാരുടേതാണ്? ആദർശത്തിൽ മായം കലർത്തിയവർ, ആദർശ വ്യതിയാനം സംഭവിച്ചവർ, അള്ളാഹുവിനോടുള്ള ആദർശത്തിൽ അവർ സത്യസന്ധത പുലർത്തിയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ കാലാകാലം നരകത്തിൻ്റെ അഗ്നിനാളങ്ങൾ വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു കനിഞ്ഞു നൽകിയ ആദർശമെന്ന മഹാസൗഭാഗ്യത്തെ മായാതെ മങ്ങാതെ അണയാതെ കെടാതെ കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നിരന്തരമായ പഠനവും സജ്ജന സമ്പർക്കം വഴിയും ഇൻഷാ അല്ലാഹ് ആദർശ കൂട്ടത്തോടൊപ്പമുള്ള സഞ്ചാരം വഴിയും നമ്മുടെ ജീവിതത്തെ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയും. സർവോപരി വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിച്ച് ദഅ്വ പ്രവർത്തനങ്ങളിൽ മുന്നേറി
അത്തരം സാഹചര്യങ്ങളിൽ ജീവിതത്തെ തളച്ചിട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗീയ വഴിയിൽ അയാളെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന ഓഫർ പ്രതീക്ഷയായി നമുക്ക് മുമ്പിലുണ്ട്. ആദർശത്തോട് വിശ്വാസത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ളവരായി മാറണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദർശ രംഗത്ത് കൃത്യമായ വെളിച്ചവും കാഴ്ചപ്പാടും സ്വീകരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.